എല്ലാവർക്കും നമസ്കാരം. ചിന്നൂസ് വേൾഡിന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ്. ഒരു അടിപൊളി ചമ്മന്തി. ചമ്മന്തി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോരം ചമ്മന്തികൾ നമ്മൾ കണ്ടേക്കുന്നു, എത്ര ചമ്മന്തികൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതൊന്നുമല്ല. ഇത് ചമ്മന്തി എന്ന് പറയുമ്പോൾ തേങ്ങാ ചമ്മന്തി, പുളിച്ചമ്മന്തി, മാങ്ങാ ചമ്മന്തി എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം ആളുകളും ഉണ്ടാക്കാത്ത ഒരു ചമ്മന്തിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. കാരണം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് അവസാനം കണ്ടു കഴിഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ തോന്നും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നിങ്ങളൊന്ന് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ എല്ലാം നമ്മൾക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് എന്താണെന്ന് ഞാൻ കൂടുതൽ നിങ്ങളെ ഒരു സമയം കളയുന്നില്ല. നമുക്കന്ന് വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, അപ്പം നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒരു ബൗള് തേങ്ങ ചിരണ്ടിയത്, ഒരു 10-12 ചുമന്നുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ. ആവശ്യത്തിന് കറിവേപ്പില, വറ്റൽ മുളക്, അതോടൊപ്പം തന്നെ പച്ചമുളക് 2 എണ്ണം, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി, കുറച്ച് ജീരകം, 3 കഷ്ണം ഇഞ്ചി, ഒരു 3 അണ്ടിപ്പരിപ്പ്. ഇനി നമ്മളുടെ ചമ്മന്തിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള സാധനം എന്താണെന്ന് ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ല. അത് നമ്മൾക്ക് കാണാൻ പോവുകയാണ്. പപ്പടം കൊണ്ടുള്ള ചമ്മന്തിയാണ് നമ്മളിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. പപ്പട ചമ്മന്തി. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും തന്നെ ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ പപ്പട ചമ്മന്തി ഉണ്ടാക്കിയവരുണ്ടാവാം, അല്ലാത്തവരും ഉണ്ടാവാം. എന്താണെങ്കിൽ പോലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഈ പപ്പട ചമ്മന്തി. നമ്മൾക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഓക്കെ, ഞാനിത് ഇവിടെ 5 പപ്പടമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ആദ്യമായിട്ട് നടുക്ക് കൂടി ഇങ്ങനെയൊന്ന് കീറുമ്പോൾ സ്കെയിൽ വെച്ചൊന്നും കീറേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കീറാവുന്നതാണ്. ചില വളഞ്ഞൊക്കെ പൊക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതിനെ ഒന്നുകൂടി കീറുക. അതിനേക്ക് സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. വീണ്ടും ഇവനെ കീറിയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവനെ ഇങ്ങനെ ഇതുപോലെ തന്നെ കീറുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും അല്ലേ? ഇത് ഇനി നമ്മൾ ഇത് പൊരിച്ചെടുക്കും. അപ്പോൾ നമ്മൾ പപ്പടം പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് പാത്രം വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് മതി. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പപ്പടം ഇട്ട് പൊരിച്ച് എടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പടമെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാൻ വെച്ച് നമ്മൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുകയാണ്. വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ച ആ ജീരകമാണ്. ആ ജീരകം ആദ്യം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച 3 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ
അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയും നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ നമ്മളുടെ ചുമന്നുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് വാടി വന്നു തുടങ്ങി. ഒരുവിധം നന്നായിട്ട് വാടി ഇതിനൊരു ചെറിയൊരു കളർ വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്യുന്നത് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കാഷ്നട്ട് അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് വറ്റൽ മുളകാണ്. വറ്റൽ മുളക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്നത് ആണ് എടുത്തിരിക്കുന്നത്. വറ്റൽ മുളക് ഫുള്ളായിട്ടാണ് എടുക്കുന്നത് എങ്കിൽ അത് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണമായിരുന്നു. വറ്റൽ മുളക് പൊടിച്ചതായതുകൊണ്ട് അത് കത്തിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചുമന്നുള്ളിയും ഇഞ്ചിയും ഏകദേശം ആ രൂപത്തിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നല്ല മണമാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 3 കാഷ്നട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിക്കുക. കറിവേപ്പില ഒരു കാരണവശാലും ഒത്തിരി ചൂടായിട്ട് വാടിപ്പോകുന്ന ഒരു അവസ്ഥ വരരുത്. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോൾ ഏതാണ്ട് ചെറുതായിട്ട് വാടി വന്നു തുടങ്ങി നമ്മളുടെ കറിവേപ്പില. ഈ സമയത്തായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് വറ്റൽ മുളക് ഇതിലേക്ക് വന്നിരിക്കുന്നത്. വലിയ സ്പൂണൊന്നുമല്ല, ഒരു മീഡിയം. ഓക്കെ, ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഒരു കാരണവശാലും വറ്റൽ മുളക് കത്തിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഇതിലായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുക്കാൻ വെക്കണം. തണുക്കാൻ വെച്ചതിന് ശേഷം അത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ട് അരയ്ക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ഇപ്പോൾ നമുക്ക് ഇത് ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മളത് ഇട്ട് കഴിഞ്ഞു നന്നായിട്ട് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിലേക്ക് പപ്പടം കൂടി ആഡ് ചെയ്യുകയാണ്. പപ്പടം എല്ലാം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല, ഏതായാലും പൊടിയാനുള്ളതാണ്. എല്ലാ പപ്പടവും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുന്നതിൽ ഒരു മടിയും കാണിക്കണ്ട, വളരെ ക്ലിയർ ആയിട്ട് തന്നെ അരച്ചെടുക്കുക. എല്ലാ പപ്പടവും ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ചമ്മന്തി റെഡിയായോന്ന്. ഒരിക്കലുമില്ല. ഇതിലേക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഇതിലേക്ക് ഇനി എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അതോടൊപ്പം തന്നെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പച്ചമുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ലേശം ഉപ്പ്, കാരണം പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ട്. വളരെ നോക്കി വേണം ഇതിലേക്ക് ഇടാൻ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് എടുക്കാം. അപ്പൊ നമ്മളുടെ ഇതെല്ലാം അരച്ചെടുത്തിരിക്കുകയാണ്. നമ്മളുടെ അടിപൊളി പപ്പട ചമ്മന്തി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതിലൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, ഒരു തരി പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇതിൽ വെള്ളം ചേർക്കാതെ തന്നെ നമ്മളിത് അരച്ചെടുക്കണം. എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളുടെ പപ്പട ചമ്മന്തി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മളുടെ പപ്പട ചമ്മന്തി റെഡിയായി കഴിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ഡെക്കറേഷനും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്ങനെ പോയാലും ട്രൈ ചെയ്യാതിരിക്കരുത്. നമ്മൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, കഴിച്ചൊന്ന് നോക്കാം.
ഇത് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കുറച്ച് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് അവിയലിട്ടാലോ? നല്ല അടിപൊളി അവിയൽ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ കഞ്ഞിയാവുമ്പോൾ നമ്മൾക്ക് ഉറപ്പായിട്ടും നമ്മൾക്ക് വേണ്ടത് കാന്താരി മുളകാണ്. ചൊർക്കയിലൊക്കെ ഇട്ട നല്ല അടിപൊളി കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും ചൊർക്കയിലിട്ടത്. അതോടൊപ്പം തന്നെ കഞ്ഞിയാവുമ്പോൾ നമുക്ക് ഇച്ചിരി അച്ചാർ കൂടി വേണമല്ലോ. കുറച്ച് നാരങ്ങ അച്ചാർ ഇട്ടേക്കാം. ഓക്കെ, ഇനിയാണ് നമ്മളുടെ അടിപൊളി ചമ്മന്തി. നമ്മളുടെ പപ്പട ചമ്മന്തി നമുക്ക് മിക്സിയിലേക്ക് ഇടാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആദ്യം ഇച്ചിരി ചമ്മന്തി എടുത്തിട്ട്, നമ്മുടെ പപ്പട ചമ്മന്തി എടുത്തിട്ട് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞല്ല കേട്ടോ, നന്നായിട്ടുണ്ട്. ഞാനത് നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. ചൊർക്കയിലിട്ട എരിവ് അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. സൂപ്പർ, എല്ലാവരും ട്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡായിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു വെരി മച്ച്. ബൈ.